സർവീസ് സ്റ്റോറി പോലെ വീട്ടമ്മമാരും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും ഉൾപ്പെടെ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റ് ചില വിഷയങ്ങളും സുഭാഷിതത്തിൽ ചെയ്യണം എന്നൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരെയാണ് പ്രധാനമായി, കാരണം അവരാണല്ലോ അടുക്കളയുടെ രാജ്ഞിമാർ. അതുകൊണ്ട് അവരെ പ്രധാനമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിത് ചർച്ചയ്ക്ക് വെക്കുന്നത്. മെയ് 1 മുതൽ, അതായത് ഇപ്പോൾ മറ്റന്നാൾ മുതൽ ഗ്യാസിൻ്റെ ബുക്കിങ്ങിൽ ചില മാറ്റം വരികയാണ്. പേടിക്കാനൊന്നുമില്ല. ആ മാറ്റം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു, ഉത്തരവായിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു ആലോചിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്നാണ് ഊർജ്ജ പ്രതിസന്ധിയും കണക്കിലെടുത്താണ് പുതിയ മാറ്റം. കാരണം നമുക്ക് ഹോർമോസ് കടലിടുക്ക് വഴി കടന്ന് ഒരുപാട് ഗ്യാസ് കൊണ്ടുവരുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹോട്ടലുകൾ ഒരുപാട് അടച്ചു, ക്യാൻറ്റീനുകൾ അടച്ചു, ഹോസ്റ്റലുകൾ അടച്ചു, അതുപോലെ തട്ടുകടകൾ ഒരുപാട് അടച്ചു, ഈ ഷോപ്പ് കോർണറുകളുണ്ടല്ലോ, കോർണർ ഷോപ്പുകളൊക്കെ ഒരുപാട് അടച്ചു. ഒരുപാട് പ്രതിസന്ധി വന്നതായിരുന്നു, വലിയ ഹോട്ടലുകൾക്കൊക്കെ പ്രതിസന്ധി വന്നു. പക്ഷേ കുറേശ്ശെ മാറി വരുന്നു. എന്തായാലും സിലിണ്ടർ എപ്പോൾ ബുക്ക് ചെയ്യണം, വില, ഡെലിവറി ട്രാക്ക് എന്നിവയിലാണ് മാറ്റം വരുന്നത്. ബിസിനസ് ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം, ബിസിനസ് ടുഡേയാണ് റിപ്പോർട്ട് ചെയ്തത്, LPG സിലിണ്ടറുകൾ എത്ര തവണ ബുക്ക് ചെയ്യുമെന്നതിൽ സർക്കാർ മാറ്റം കൊണ്ടുവരും. സിലിണ്ടറുകൾ അനാവശ്യമായി ബുക്ക് ചെയ്ത് കൂട്ടിവെക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. നിലവിൽ നഗരപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്ക് ചെയ്ത് 21 ദിവസത്തിന് ശേഷവും അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ 21 ദിവസത്തെ ഗ്യാപ്പ് വരും. അങ്ങനെ ഒരു സിലിണ്ടർ ഉപയോഗിച്ച് 10-21 ദിവസം കഴിയുമ്പോൾ അടുത്തത് ചെയ്യാം. പക്ഷേ അപ്പോഴും ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് റിസർവിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. കാരണം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരെണ്ണം ഉപയോഗിച്ച് 21 ദിവസം കഴിഞ്ഞില്ലേ അടുത്തത് ഉപയോഗിക്കത്തുള്ളൂ, വീടുകളെ സംബന്ധിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് പറ്റും. ഗ്രാമങ്ങളിൽ അത്, പക്ഷേ അത് നഗരങ്ങളിൽ അത് 21 ദിവസം എന്നുള്ളത് 25 ദിവസത്തിലേക്ക് 4 ദിവസം കൊടുക്കും. അപ്പോൾ ഒരു ഗ്യാസ് തീർന്നാൽ 21 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഇത് കിട്ടുകയുള്ളൂ. അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയും. 21 ദിവസത്തിന് ശേഷമേ അടുത്തത് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ ഇത് 45 ദിവസമായി ഉയർത്തുന്നതിനെക്കുറിച്ചാണ് ചെയ്യുന്നത്. നിലവിൽ തുടരുന്ന OTP സംവിധാനം തുടരും. അപ്പോൾ OTP നമ്പർ നമ്മൾ കൊടുക്കണമല്ലോ, ഗ്യാസ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ OTP നമ്പർ പറഞ്ഞു കൊടുക്കണം. അത് അതുപോലെ തന്നെ തുടരും. ശരിയായ ഉപഭോക്താവിൻ്റെ കയ്യിലാണോ സിലിണ്ടർ എത്തിയതെന്ന് തിരിച്ചറിയാനാണ് ഈ OTP സംവിധാനം വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന PMUY ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള EKYCയും നിർബന്ധമാക്കും. സിലിണ്ടറിന് ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ EKYCയുടെ നിർബന്ധമാണ്. മെയ് 1 മുതൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വലിയ മാറ്റം വരാനും സാധ്യതയുണ്ട്. LPG വിതരണം കുറയ്ക്കാൻ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG കണക്ഷൻ എടുക്കാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. PNGയുടെ കണക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഗെയിൽ പൈപ്പ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇട്ടുള്ള വാതക പൈപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കും. സിലിണ്ടർ ബുക്കിങ്ങിനായി ഏജൻസികളിൽ നേരിട്ട് വിളിക്കുന്നതിന് പകരം, നമ്മളിപ്പോഴും വിളിക്കാറില്ല, നമ്മൾ മിസ് കാൾ പോലെ കാൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ IVR സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഒന്നടിക്കാൻ പറയും, ഒന്നടിക്കുമ്പോൾ ബുക്കായി, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ IVR സിസ്റ്റം പോലെ തന്നെ മിസ്ഡ് കോൾ സംവിധാനങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മൾ മിസ്ഡ് കോൾ സംവിധാനം ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ, നമ്മൾ പറയുന്ന സ്ഥാപനത്തിൻ്റെ വാട്സപ്പ് നമ്പറിൽ ഹായ് എന്ന് പറഞ്ഞാൽ എന്നോ റീഫിൽ എന്നോ, ഹായ് എന്നോ റീഫിൽ എന്നോ സന്ദേശം അയച്ചാലും അത് ശരിയാകും. SMS വഴിയും വെബ്സൈറ്റ് വഴിയും LPG സിലിണ്ടർ ബുക്ക് ചെയ്യാവുന്ന സൗകര്യം കമ്പനികൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം വരുന്നത് കൂടുതലും ഗുണകരമായ മാറ്റമാണ് വരുന്നത്. ഇപ്പോൾ ഈ മിസ് കാൾ മാത്രം അടിക്കുമ്പോൾ അല്ലെങ്കിൽ IVR സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് വാട്സപ്പിൽ ഹായ് എന്ന് പറഞ്ഞാലും റീഫിൽ എന്ന് പറഞ്ഞാലും മതി. OTP സംവിധാനം തുടരും. 21 ദിവസം എന്നുള്ളത് നഗരങ്ങളിൽ 25 ദിവസമാകുന്നു, ഗ്രാമങ്ങളിൽ 25 എന്നുള്ളത് 45 ദിവസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്യാസിൻ്റെ ഒരു പരിമിതി, ഈ യുദ്ധവും സന്നാഹമായ കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മെയ് 1 മുതൽ പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ പുതിയ രീതികൾ പരിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും കലാകാലങ്ങളിൽ പരിഷ്കാരം, ഗ്യാസ് പക്ഷേ കിട്ടുന്നതിൽ ഉണ്ടെങ്കിൽ, ഗ്യാസിൻ്റെ ക്ഷാമമില്ലെങ്കിൽ കിട്ടുന്നതിന് വളരെ നല്ല സംവിധാനമാണ്. കാരണം നമ്മളൊരു ഗ്യാസിൻ്റെ നമ്പറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ, ഭാരത് ഗ്യാസ് ആയാലും ഇന്ത്യൻ ഗ്യാസ് ആയാലും അവരുടെ നമ്പറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് സ്വാഗതം പറയുകയും, നമ്മൾ സ്വാഗതം പറയുകയും, ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഒന്നടിക്കാൻ പറയുകയും, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഗ്യാസ് ബുക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് വാട്സപ്പിലും SMS-ആയിട്ടൊക്കെ നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്തതിൻ്റെ ഡോക്കറ്റ് നമ്പർ വരും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് അവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സമയമാകുമ്പോൾ 21 ദിവസം അല്ലെങ്കിൽ 25 ദിവസമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊരു OTP നമ്പർ നമുക്ക് വരും. അപ്പോൾ OTP നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഗ്യാസ് SMS-ൽ വരും, ഗ്യാസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാം. ആ OTP വന്നാൽ 1-2 ദിവസത്തിനകത്ത് ഗ്യാസ് വീട്ടിലെത്തുന്നുണ്ട്. വളരെ മനോഹരമായൊരു സിസ്റ്റമാണത്. എനിക്കൊക്കെ വീട്ടിൽ വളരെ സുന്ദരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കൊണ്ടുവരുന്നവരും വളരെ
മാനുഷിക പരിഗണനയുള്ള വീട്ടുകാരോട് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് അവർ പിന്നെ ഗുണഭോക്താക്കളോട് അല്ലെങ്കിൽ നമ്മെപ്പോലുള്ളവരോട് സ്നേഹമുള്ള ഒരു ടീമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഗൂഗിളിൽ പൈസ കൊടുക്കാൻ പറ്റും, നേരിട്ട് പൈസ കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സൗകര്യമാണ്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക സമൂഹം എന്നുള്ള നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെയൊക്കെ വലിയ സാങ്കേതിക വിദ്യയുടെ വലിയ സൗകര്യങ്ങളിലേക്കാണ് ഗ്യാസ് ബുക്കിംഗ് ഒക്കെ പോകുന്നത്. എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നു. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉള്ള രീതിയിൽ ജനങ്ങൾ കൂടി അതിനകത്ത് സഹകരിക്കേണ്ടി വരും. അപ്പോൾ ഗ്യാസ് ബുക്കിങ്ങിൻ്റെ ഈ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഗ്യാസിൻ്റെ പൂഴ്ത്തിവെപ്പും ഒരുപാട് കൂട്ടിവെക്കുന്നതുമെല്ലാം ഒഴിവാക്കി നമുക്ക് വീണ്ടും ഇതൊക്കെ കുറേ കൂടി സർക്കാരിൻ്റെ പരിപാടികളുമായിട്ട് ചേർന്ന് നിൽക്കാം. പക്ഷേ ഇതിലൊരു അപകടം കിടക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിനും അതുപോലെ തന്നെ വീട്ടിൻ്റെ ഗാർഹിക ഉപയോഗത്തിലുള്ള ഗ്യാസിൻ്റെ വില കൂടും എന്നൊരു ന്യൂസ് കൂടെയുണ്ട്. അതൊരു താങ്ങാവുന്നതല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം കുന്നിന്മേൽക്കൊരുപോലെ വലിയ വരൾച്ച, കറണ്ടില്ല, വെള്ളത്തിൻ്റെ ക്ഷാമം, പിന്നെ മറ്റൊരുപാട് ദുരിതങ്ങളിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. ആ സമയത്ത് ജോലിക്കൊന്നും അങ്ങനെ പുറത്തിറങ്ങി ഒരുപാട് പേർക്ക് പോകാൻ കഴിയില്ല. ആ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് ആ കാലത്ത് ഇരുട്ടടി പോലെ ഗ്യാസിൻ്റെ ചാർജ് കൂട്ടുന്നതും ക്ഷാമവും വലിയ ഒരു ദുരന്തം തന്നെയായിരിക്കും വീട്ടമ്മമാർക്ക് സമ്മാനിക്കുന്നത്. അതുണ്ടാകരുത്. അതാണ് ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും കൊണ്ടുവരുന്നതാണ്.